ഹായ് കുക്ക് വിത്ത് ശ്രുതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ എൻ്റെ പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചിപ്പുളിയാണ്, അതായത് പുളിയിഞ്ചി. ഇത് 1000 കറിക്ക് സമാനമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമ്മുടെ സദ്യയിൽ ആദ്യം വെക്കണ കറിയും ആദ്യം വിളമ്പണ കറിയുമാണ് ഇഞ്ചിപ്പുളി. കൊണ്ടാട്ടങ്ങളും ഇതൊക്കെ ആദ്യം വിളമ്പുമെങ്കിലും കറികളിൽ ആദ്യം വിളമ്പണത് ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളിയിലെ ചട്ട് രസങ്ങളിൽ കൈപ്പൊഴിച്ച് ബാക്കി എല്ലാ രസങ്ങളും വരുന്നുണ്ട്. മധുരം വരുന്നുണ്ട്, പുളി വരുന്നുണ്ട്, അതുപോലെ തന്നെ എരിവ് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സദ്യ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കറികൾ ഉണ്ട്. തേങ്ങ വറുത്തിട്ടും അരച്ചിട്ടും ഒക്കെ ചേർക്കുന്നുണ്ട്, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പായസങ്ങൾ 1ഉം 2ഉം പായസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും സദ്യ ഹെവിയാണ്. അപ്പോൾ പെട്ടെന്ന് ദഹിക്കാനായിട്ടാണ് നമ്മൾ ഇഞ്ചിപ്പുളി, ദഹനരസങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന ഒരു കറി ആയതുകൊണ്ടാണ് ഇഞ്ചിപ്പുളി നമ്മുടെ സദ്യയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇഞ്ചിപ്പുളി ഇല്ലാത്തൊരു സദ്യ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഇഞ്ചി ഇതുപോലെ നൈസായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പൊടിയായിട്ട് അരിയണം. നിങ്ങൾക്കത് ചോപ്പറിൽ ചോപ്പ് ചെയ്തെടുക്കാം. ചില ആൾക്കാർ ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ട്, ചെത്തി എടുത്ത് അങ്ങനെ അരിഞ്ഞിട്ട് വറുത്ത് പൊടിച്ച് ചേർക്കും. ശരിക്കും ട്രഡീഷണലായിട്ട് നമ്മൾ ഇഞ്ചിപ്പുളി വെക്കുമ്പോൾ ഇതുപോലെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് വേണം എടുക്കാൻ, ഒന്ന് കടിക്കാൻ കിട്ടണം. പിന്നെ വേണ്ടത് പുളിയാണ്. പുളി ലെമൺ സൈസിൽ 2 ലെമൺ സൈസിലുള്ള പുളി എടുത്ത് സോക്ക് ചെയ്ത് 2 കപ്പ് സോക്ക് ചെയ്ത് പിഴിഞ്ഞെടുത്തിരിക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ശർക്കരയുടെ അളവ് ഇതിൽ കൂടരുത്, കാരണം നമുക്ക് ഇഞ്ചിയുടെയും അതുപോലെ തന്നെ പുളിയുടെയും ടേസ്റ്റാണ് ഇഞ്ചിപ്പുളിയിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഉപ്പ് വേണം, ഒരു പിഞ്ച് കായം വേണം, വെളിച്ചെണ്ണ വേണം, പിന്നെ പച്ചമുളക് ഒരു 4 എണ്ണം അരിഞ്ഞതുണ്ട്, വറുത്തിടാൻ കടുക്, വറ്റൽമുളക്, കറിവേപ്പില വേണം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കണതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്, കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഒരു 4-5 ആൾക്കാർക്ക് സദ്യക്ക് വിളമ്പാനായിട്ട് ധാരാളം ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിരിക്കുന്നത്. കൽച്ചട്ടി ഉണ്ടെങ്കിൽ കൽച്ചട്ടിയിൽ വെക്കാം, ഇല്ലെങ്കിൽ ഉരുളിയിൽ വെക്കാം. അതൊക്കെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ 1.5 ടീസ്പൂൺ മതി ഇഞ്ചി അരിയാൻ. ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് വറുത്ത് ബ്രൗൺ ആക്കി എടുക്കണം. അപ്പം ഞാൻ അതിലേക്ക് ഇഞ്ചി പൊടിയായി അരിഞ്ഞതിന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഇതിൽ കുറച്ചൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ്, ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടാൻ. ഇഞ്ചി ഒന്ന് വറുത്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും, ഒരു 10-15 മിനിറ്റ് നമുക്ക് വേണം. അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം. ഈ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ധാരാളമാണ്. ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് ഒട്ടുമെന്ന് തോന്നും, പക്ഷേ ഇഞ്ചിക്ക് തന്നെ ഒരു ഓയിലുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ ഓയിൽ വന്നു തുടങ്ങും. അപ്പം നമുക്ക് കറക്റ്റായിട്ടത് വറുത്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഓയിൽ യൂസ് ചെയ്യണ്ട. ഇപ്പോൾ ഈ ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 പച്ചമുളക് അരിഞ്ഞതാണ്, എരിവിനനുസരിച്ച്. ഇനി നമ്മൾ അതിൽ ചുവന്ന മുളകും ചേർക്കുന്നുണ്ട്, അതായത് മുളക് പൊടി. ഇപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വെക്കണ കറിയാണ് ഇഞ്ചിപ്പുളി പറയണത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില സ്ഥലങ്ങളിൽ ഇഞ്ചി ഇതുപോലെ വറുത്ത് കോരി പുളിയും ശർക്കരയൊക്കെ കൂടി തിളപ്പിച്ചെടുത്തതിന് ശേഷം അവസാനം ഒന്ന് കുറുകി വരുമ്പോൾ ഈ ഇഞ്ചിനെ ഒന്ന് പൊടിച്ച് ചേർക്കും. പക്ഷേ സാധാരണ ഇതിൽ പണ്ട് ഒക്കെ ട്രഡീഷണലായിട്ട് നമ്മൾ സദ്യ വെക്കുമ്പോൾ ഇതുപോലെ ഇഞ്ചി വറുത്ത് ചേർക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുള്ള കുറുകി വറ്റിച്ച് എടുക്കുകയാണ് ചെയ്യുക. അതിപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച്. അതുപോലെ ചിലവർ നല്ലോണം ശർക്കര ചേർക്കും,
മധുരം, അതായത് ചിലർക്ക് ഈ ഇഞ്ചിയുടെയും പുളിയുടെയും ഒന്നും ടേസ്റ്റ് അത്ര ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട്. ശരിക്കും ഇഞ്ചിയുടെയും പുളിയുടെയും ടേസ്റ്റാണെന്ന് മുന്നിട്ട് നിൽക്കേണ്ടത്. ശർക്കര ഒന്ന് മേമ്പൊടിക്ക് എന്നുള്ള രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒക്കെ നമ്മുടെ ഇഞ്ചി ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റിൽ മേലെയായിട്ടുണ്ട്. അപ്പോൾ ആ നേരം കൊണ്ട് ഇത് നന്നായി മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് പുളി പിഴിഞ്ഞിട്ടാണ്. പുളി ഒരു 2 കപ്പ് വെള്ളത്തിൽ, പുളി പറയണത് 2 ലെമൺ സൈസാണ്, 2 ലെമൺ സൈസ് പുളി ഒരു 2 കപ്പ് ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ച് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. അങ്ങനെ അരിച്ചെടുക്കണ പുളി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പണ്ടത്തെ സദ്യയിലെ ഇഞ്ചിമ്പുളി, കാളൻ, ഓലൻ, എരിശ്ശേരി ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണത്. സാമ്പാറൊക്കെ നമ്മൾക്ക് പിന്നെ അതിന് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത കറിയാണ്. ഇതാ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ചിലപ്പോൾ നമുക്ക് ചുമ വരും, അതൊന്ന് ശ്രദ്ധിക്കണം. അത് മുഴുവൻ പുളിവെള്ളവും നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണേ, ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണ്ട. പിന്നെ ഒരു പിഞ്ച് കായം, ഇതൊരു 1/4 ടീസ്പൂണിനേക്കാളും കുറവേ ഉള്ളൂ, ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിൽ എല്ലാ രസങ്ങളും ചേരുന്നുണ്ട്. നമ്മൾ പുളി ചേർക്കണു, ഇഞ്ചിയും പച്ചമുളകും ചേർക്കണു, ശർക്കര ചേർക്കണു, പിന്നെ അതുപോലെ കായം ചേർക്കണു. അപ്പോൾ കയ്പൊഴിച്ച് എല്ലാം വരുന്നുണ്ട്. പുളി വരണു, മധുരം വരണു, അതുപോലെ ചവർപ്പ് വരണു, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതാ വറ്റി ഒരുവിധം ഒന്ന് റെഡിയായിട്ട് വരണു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം. ശർക്കര ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് ഓക്കെ ആണോ എന്ന് നോക്കിയതിന് ശേഷം, അതായത് മധുരം ഒരു ചെറിയൊരു മധുരമേ വേണ്ടൂ, അങ്ങനെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുത്തു. ശർക്കര നീരാണ് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. കാരണം ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും. കാരണം നമ്മളിത് കുറച്ചല്ലേ ഉണ്ടാക്കണുള്ളൂ ക്വാണ്ടിറ്റി. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പുണ്ടോ നോക്കണം, അതുപോലെ ബാക്കി രസങ്ങളെല്ലാം കറക്റ്റ് അല്ലേ നോക്കണം. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പോൾ എനിക്ക് ഉപ്പൊക്കെ ഓക്കെയാണ്, പക്ഷേ മധുരം കുറച്ചും കൂടിയും ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം കൂടിയും ശർക്കര നീര് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞു, ചില ആൾക്കാർക്ക് ശർക്കര എന്ന് വെച്ചാൽ മധുരം കുറച്ച് കൂടുതലുള്ളതാണ്, പുളി അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർക്കാം. നോർമലി ഇഞ്ചിപ്പുളി പറയുമ്പോൾ ഒരു പുളി, എരിവ്, ലൈറ്റായിട്ടൊരു മധുരം അങ്ങനെയാണ് ഉണ്ടാവുക. ഇതപ്പോൾ ഞാൻ പറഞ്ഞു കണ്ടില്ലേ, ഇത് വേഗം വറ്റി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ബബിൾസ് വന്നിട്ട് നിൽക്കണം. ഈ ഒരു പാകത്തിൽ വേണം നമ്മളിത് ഓഫ് ചെയ്യാനായിട്ട്. കാരണം എന്താ വെച്ചാൽ ശർക്കര ചേർക്കുമ്പോൾ തന്നെ ഇതൊന്ന് ഓഫ് ചെയ്ത് മാറ്റി വെച്ചാൽ ഒന്ന് കുറുകി ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ ഇതുപോലെ ബബിൾസ് വന്ന് ഒന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് വറ്റി ആവാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്ന് തണുത്ത് വരുമ്പോൾ ആകെ കട്ട പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഇനി നമ്മളത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് വറവിടാം.
ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി അതൊന്ന് സോട്ട് ചെയ്ത് വന്നിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് പൊട്ടി ഒന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഇഞ്ചിമുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇഞ്ചിമുളി വറുത്തിട്ട് കഴിഞ്ഞു. അപ്പോൾ വളരെ ഈസി അല്ലേ. അതിൽ ആകെ കൂടെ ഒരു കുറച്ച് ടൈം എടുക്കണ ഒരു പ്രോസസ്സ് എന്ന് പറയണത് ആ ഇഞ്ചി ഒന്ന് ബ്രൗൺ ആയി കിട്ടണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഇതിലൊരു പണിയിട്ടുള്ള ഒരു ഇതുള്ളൂ. ഒരു 10-15 മിനിറ്റ് നേരം നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതാ ഇപ്പം നമ്മുടെ സദ്യയിലെ മെയിൻ വിഭവം ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വിഷുവിന് ഇഞ്ചിപ്പുളി റെഡിയാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ.